ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിസ് റിവേഴ്സൽ അത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലായിട്ട്, അതായത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രമേഹ രോഗം മരുന്ന് കഴിക്കാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. നമുക്കറിയാം, പ്രമേഹ രോഗം നമുക്ക് സാധാരണഗതിയിൽ കാണുന്നത് ഒരു മിഡിൽ ഏജ് 40-50 വയസ്സൊക്കെ ആകുമ്പോൾ. ചിലർക്ക് നേരത്തെ വരാം, 25-35 വയസ്സൊക്കെ. അത് അവർക്ക് പാരമ്പര്യം സ്ട്രോങ് ആയിട്ട് കാണും. കാരണം അപ്പനും അമ്മ അല്ലെങ്കിൽ ഒരു 3-4 തലമുറയായിട്ട് ഷുഗർ കാണും. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയും. അവർക്ക് വരുന്നത് നമുക്ക് മച്യൂരിറ്റി ഓൺസൺ ഡയബറ്റിസ് ഓഫ് യങ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തിരിച്ചുപോക്ക് പ്രായോഗികമായിട്ട് സാധിക്കില്ല. കാരണം ഓൾറെഡി അവർക്ക് അതിൻ്റെ ജീൻസ് ഉണ്ട്, മോണോജനിക് ഡയബറ്റിസ് എന്ന് പറയും. അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്കൊരു 60 വയസ്സിൽ താഴെ നമുക്ക് ഡയബറ്റിസ് കണ്ടുപിടിച്ചു, കോംപ്ലിക്കേഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് റിസർവ് ഉണ്ട്, ആവശ്യത്തിന് ബീറ്റാ സെൽ ഉണ്ട്. അപ്പം പിന്നെ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 വർഷത്തിൽ താഴെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 4 കണ്ടീഷൻസ്, അതായത് 5 വർഷമായിട്ടേ ഷുഗറുള്ളൂ, പിന്നെ ബീറ്റാ സെൽ റിസർവ് ഒക്കെ ഉണ്ട്, പിന്നെ 2 പാരമ്പര്യ ഘടകങ്ങളില്ല, പിന്നെയുള്ള അവർക്ക് കോംപ്ലിക്കേഷനൊക്കെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് വേണമെങ്കിൽ കുറച്ച് നാളത്തെ അല്ലെങ്കിൽ ഒരു നല്ലൊരു പീരീഡിലേക്ക് നമുക്ക് റിവേഴ്സൽ എന്ന് പറയാം. മറ്റുള്ള കണ്ടീഷൻസ് എല്ലാം സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ കൺട്രോളായി, ഷുഗർ നോർമലായി, HbA1c 7 താഴെ 6.5 നമ്മൾ ഡയറ്റ് ശ്രദ്ധിച്ചു, വെയിറ്റ് ലോസ് വന്നു. ഇപ്പം മരുന്നുകളില്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് പറയുന്നത് ഡയബറ്റിസ് റെമിഷൻ ആവും. അത് കുറേ നാളത്തേക്കും പിന്നെ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുക വന്നു, വെയിറ്റ് കൂടി, ഡ്രഗ്സ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് ഷുഗർ കയറി HbA1c കൂടുകയും ചെയ്യും. അപ്പം മിക്കവാറും ആൾക്കാർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഡയബറ്റിസ് റെമിഷനാണ്. തൽക്കാലത്തിന് കുറേ നാളത്തേന് നമുക്ക് ഷുഗർ വലിയ മരുന്നില്ലാതെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതിന് റെമിഷൻ എന്ന് പറയും. മരുന്ന് നമ്മൾ കഴിക്കുന്നില്ല, ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ പലരുടെ കേസിൽ പാടാണ്. കാരണം ചിലർക്ക് പാരമ്പര്യം സ്ട്രോങ് ആണ്. ടൈപ്പ് 1 ഡയബറ്റിസ് ഒട്ടുമേ നടക്കില്ല. കാരണം അവർ ഇൻസുലിൻ ഡിപ്പെൻഡ് ആണ്. അവർക്ക് പാൻക്രിയാസും ബീറ്റാസിലും ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഏർലി മരുന്ന് തുടങ്ങി ഏർലി ബീറ്റാസിൽ ഡിസ്ട്രക്ഷൻ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. കുറച്ച് ബീറ്റാ സെൽ പാൻക്രിയാസ് ഉണ്ട്, ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റെമിഷൻ ചെയ്യാനും നമുക്ക് ക്യൂർ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഡയബറ്റിസ് ക്യൂർഡായി നമുക്ക് പറയാൻ പറ്റും. ഡയബറ്റിസ് ക്യാൻ ബി റിവേഴ്സ് ചെയ്യാം ഈ പറഞ്ഞ 4 കണ്ടീഷൻ ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും റെമിഷൻ ചെയ്യാം. കുറേ നാളത്തേന് മരുന്നില്ലാതെ പോകാം. പക്ഷേ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഷുഗറൊക്കെ നോക്കുകയാണെങ്കിൽ ഷുഗർ ഹൈ ആകാനും HbA1c കൂടാനൊക്കെ സാധിക്കും. അന്നേരം വീണ്ടും മരുന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ശരിക്കുള്ള യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് ക്യാൻ അച്ചീവ് റെമിഷൻ, ബട്ട് ഇറ്റ് ക്യാൻ നോട്ട് ബി ക്യൂർഡ്, ബട്ട് ഇൻ സർട്ടൺ പേഴ്സൺസ് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഇതാണ്. അപ്പം ചിലർ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാം. അപ്പം ക്യൂർ 100% ഡയബറ്റീസിന് ക്യൂർ ഉണ്ട് എന്ന് പറയുന്നത് ശരിയായ വസ്തുതയല്ല. പിന്നെയുള്ളത് നമ്മൾ നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, നല്ല മരുന്ന് കഴിച്ച് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മരുന്നില്ലാതെ റെമിഷൻ അച്ചീവ് ചെയ്യാം. പക്ഷേ നമുക്ക് ചില പാരമ്പര്യ ഘടകങ്ങൾ, ചില പ്രാദേശികമായ കാര്യങ്ങൾ, ചില ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചുള്ള പ്രാക്ടിക്കലി പാടാം. അപ്പം ചെറിയ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പം പലപ്പോഴും നമ്മുടെ മരുന്ന് ചിലർ പറയും, ഇപ്പോൾ നാച്ചുറോപ്പതിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറ്റിൽ കൂടെ തന്നെ പോകാം. അപ്പം മില്ലറ്റ് കഴിക്കുക, ലോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, ലോ കലോറി കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യും. എന്നിരുന്നാൽ പോലും ഇതെല്ലാ രോഗികൾക്കും അല്ല, എല്ലാ ആൾക്കാർക്കും ഇത് പ്രാക്ടിക്കലി പാടായിരിക്കും. നമുക്ക് പ്രായമായിട്ട് വന്ന ഡയബറ്റിസ് ആണ്, പാരമ്പര്യമുണ്ട്, നമുക്കങ്ങനെ ചെറിയ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, ചെറിയ നെഫ്രോപ്പതി ഉണ്ട്, അല്ലെങ്കിൽ ന്യൂറോപ്പതി ഉണ്ട്, അല്ലെങ്കിൽ റെറ്റിനോപ്പതിയൊക്കെ ഉള്ളവരെ സമയം ഒരിക്കലും നമുക്ക് റിവേഴ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഡയറ്റൊക്കെ മൂലം അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് കാരണം നല്ല കൺട്രോളിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പം മരുന്നില്ലാതെ നമ്മൾ കൺട്രോൾ പോയി ചെയ്യുകയാണെങ്കിൽ റെമിഷൻ എന്ന് പറയും, വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. അപ്പം പലരും അത് സാധിക്കില്ല. നമുക്ക് വെയിറ്റ് കുറച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഭയങ്കര ഡയറ്റ് നോക്കി എക്സസൈസ് ചെയ്തു, നമ്മൾ വെയിറ്റ് കുറച്ചാലും പിന്നീട് അത് ശ്രദ്ധിക്കാൻ വരുമ്പോൾ വെയിറ്റ് പിന്നെ റീഗെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഡയബറ്റിസ് റെമിഷന് നമുക്ക് സാധിക്കും. പക്ഷെ എല്ലാവരും നമുക്ക് റിവേഴ്സൽ പറ്റിയല്ല. പിന്നെയുള്ളത് നമുക്ക് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ.
അപ്പം നമ്മൾ വണ്ണമുള്ളവർക്ക് നമ്മൾ പലപ്പോഴും മരുന്നുകൾ അഡ്വൈസ് ചെയ്യും. പക്ഷേ എന്നാലും പലപ്പോഴും നമ്മൾ ഇപ്പം GLP-1 അനലോഗ് പുതിയ നമ്മൾ ഇൻസുലിൻ എടുക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ കൂടുമ്പോൾ മെറ്റ്ഫോമിനൊക്കെ കഴിച്ചാലും കുറേ വെയിറ്റ് പറയും. ഒബീസ് ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും ഷുഗർ രോഗികൾക്ക് മെറ്റ്ഫോമിൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. SGLT ഇൻഹിബിറ്റർ, അതും വെയിറ്റ് കുറയ്ക്കും. അതുകൂടാതെ GLP-1 അനലോഗ്സ് പുതിയ ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഡെയിലി എടുക്കാമെന്ന് അല്ലെങ്കിൽ വീക്കിലി എടുക്കാമെന്ന്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് വെയിറ്റ് കുറച്ച് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നല്ല ലോ കാർബോഹൈഡ്രേറ്റ് ലോ കലോറി ഡയറ്റ് വെച്ച് വെയിറ്റ് കുറയ്ക്കുന്നു. നമ്മൾ അതുകൂടാതെ എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ മരുന്നില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോകാം. പക്ഷെ എന്നാലും ഷുഗർ നമ്മൾ ഇടയ്ക്ക് നോക്കണം. ഷുഗർ കൂടുന്ന ഡോക്ടറെ കാണുകയും വേണം, മരുന്ന് കഴിക്കുകയും വേണം. താങ്ക് യു.